ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഒരു ട്രിപ്പ് വീഡിയോ ആണ് കേട്ടാ. ട്രിപ്പ് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ പോവാണ്, നമ്മുടെ എലിഫന്റ കേവിലേക്കാണ് കേട്ടാ. അപ്പൊ മുംബൈ എത്തിയിട്ട് കുറേ കാലം ഞാൻ വിചാരിക്കുന്നത് എലിഫന്റ കേവ്, അജന്ത എലോറ അവിടെയൊക്കെ പോകണമെന്ന്. പക്ഷെ ഇതുവരെയായിട്ടും നടന്നിട്ടില്ല. ഇവിടെ എത്തിയിട്ട് 4 വർഷമായി, എന്നാലും അവിടത്തേക്കൊന്നും പോവാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇതിപ്പം നമ്മൾ ഇവിടുന്ന് മുംബൈയിൽ നിന്ന് പോവുകയാണ്. ഇനി 2 ആഴ്ചക്കുള്ളിൽ ഇവിടുന്ന് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവും. അപ്പം എന്തായാലും ഞാൻ വിചാരിച്ച് അവിടെ ഒന്ന് പോയിട്ട് വരാം എലിഫന്റ കേവിലേക്ക്. അജന്ത അലോറയ്ക്ക് പോകാൻ പറ്റുമോ അറിയില്ല. പിന്നെ മിക്കവാറും ഇതായിരിക്കും എൻ്റെ മുംബൈയിലെ ലാസ്റ്റ് ട്രാവൽ വ്ളോഗ്. എനിക്കറിയില്ല ഇനിയുള്ള 2 ആഴ്ച എവിടെയെങ്കിലും പോകുന്നൊന്നും അറിയില്ല. പോകുന്നുണ്ടെങ്കിൽ അതും എടുത്തിടാം കേട്ടോ. അപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇതായിരിക്കും എൻ്റെ ലാസ്റ്റ് ട്രാവൽ വ്ളോഗ്. അപ്പം നമുക്ക് എന്തായാലും എലിഫന്റ കേവ്സിൽ പോവാം ഗൈസ്. അങ്ങനെ ഇതാ നമ്മളെ ബൈക്കും കൊണ്ടാണ് പോകുന്നത്. ആക്ച്വലി ബോട്ടിലാണ് അവിടത്തേക്ക് പോകേണ്ടത്. അപ്പം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നാണ് ബോട്ട് കേട്ടോ. അപ്പം ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വരെ നമുക്ക് ഓൺ റോഡ് പോകണം. അപ്പം ഇതാ നമ്മൾ ബൈക്ക് എടുത്തിട്ട് പോവുകയാണ് കേട്ടോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക്. പിന്നെ നമുക്ക് ബോട്ടിൽ കയറാനുള്ള ടിക്കറ്റും അതെല്ലാം എടുക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ സൈഡിലൊരു കൗണ്ടർ ഉണ്ട്. അപ്പം അവിടെ പോയിട്ടാണ് ബോട്ടിൻ്റെ ടിക്കറ്റൊക്കെ എടുക്കുന്നത്. അപ്പം അതൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. കരുതിയതും മരുഭൂവിൽ പല പാതകൾ താണ്ടുകയല്ലേ മെല്ലെ മെല്ലെ. അപ്പോൾ അതാ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എത്തി. ഇനി വണ്ടി പാർക്ക് ചെയ്യണം. അപ്പോൾ ഏകദേശം രാവിലെ പോയ വൈകുന്നേരം ആവും നമ്മൾ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സ്ഥലത്ത് വേണം ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവാണ് കേട്ടോ. ഇങ്ങോട്ട് ഇവിടെ പോയാൽ ഫുള്ള് ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചെന്നാൽ ഇവിടെ പാർക്ക് ചെയ്യാമെന്ന്. പാർക്കിംഗ് ചാർജസ് 20-30 റുപ്പീസ് എന്തോ കൊടുത്തായിരുന്നു കേട്ടോ ഗൈസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. ബോട്ടിലേക്ക് കയറേണ്ട ടിക്കറ്റാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ സൈഡിൽ ഇവിടെ ഈ ഒരു കൗണ്ടറിൽ നിന്നാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുക. അവിടെ കുറേ ഇങ്ങനെ സ്നാക്സും അത് ഇതൊക്കെ വിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സൈഡിലാണ് ഈ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് കേട്ടോ ഗൈസ്. അപ്പോൾ അതാ ഇവിടെ എത്തിയിട്ട് നമ്മൾ ആദ്യം ടിക്കറ്റിന് ചോദിച്ചാൽ അവർ പറഞ്ഞു ക്യാഷേ എടുക്കുള്ളൂ, ഹാർഡ് ക്യാഷേ എടുക്കുള്ളൂ, ഫോൺ പേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാഷായിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇത് അഡൾട്ടിന് 290 റുപ്പീസാണ്, ചിൽഡ്രൻസിന് 195 റുപ്പീസാണ് കേട്ടോ എലിഫൻ്റ കേവിലേക്ക് പോകാനുള്ളത്. അങ്ങനെ നമ്മളിതാ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി അടുത്തതായിട്ട് ബോട്ടിൽ കയറണം. അപ്പോൾ അത് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ ഗേറ്റ് വേയിലേക്കുള്ള എൻട്രി. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അപ്പോൾ ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഇങ്ങനത്തെ എന്തോ സ്റ്റേജ് പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് നമ്മുടെ താജ് ഹോട്ടലും കൂടി ഉള്ളത്. താജ് ഹോട്ടലിനെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ അല്ലേ ഗൈസ്. ആക്ച്വലി ഇവിടെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റാൻ കേട്ടാ. പിന്നെ നമ്മൾ ബോട്ടിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടും ഉണ്ടാവും. അതായത് എലിഫൻ്റ കേവിലേക്ക് പോകേണ്ട ബോട്ട് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞുകൊണ്ടും ഉണ്ടാവും. ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ ബോട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഏകദേശം എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടും ഉണ്ടാവും എലിഫൻ്റ കേവ് എന്ന്. അപ്പോൾ അവരുടെ ആ ഒരു ഇൻസ്ട്രക്ഷൻ പ്രകാരം നിങ്ങൾ പോയാൽ മതി കേട്ടോ. പിന്നെ അവിടെ വെയിലായതുകൊണ്ടെന്ന് ഇവിടെ കുറേ ക്യാപ്സ് ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇവർ നമ്മളോട് പറഞ്ഞു ഇവിടുന്ന് 100 റുപ്പീസിന് ക്യാപ്പ് കിട്ടും, എലിഫൻ്റിൽ പോയാൽ 200 രൂപയാണെന്ന് പറഞ്ഞു. പക്ഷെ അവർ നമ്മൾ ചതിച്ചു ഗൈസ്. എലിഫൻ്റിൽ 50 റുപ്യക്ക് ക്യാപ്പ് കിട്ടും. അപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കാണ്ട് പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ എന്തായാലും വെയിലായതുകൊണ്ട് തന്നെ ക്യാപ്പൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ക്യാപ്പ് വെറുതെ 100 റുപ്യ കൊടുത്തിട്ട് വാങ്ങിച്ചു. അങ്ങനെ ക്യാപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ ബോട്ടുള്ള സ്ഥലത്തേക്ക് നടക്കുവാണ്. കാരണം വേഗം കയറിയാൽ നമുക്ക് വേഗം സീറ്റ് കിട്ടും, വേഗം അവിടെ എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ വേഗം പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബോട്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ ഓൾറെഡി അത് ഫുള്ളായിരുന്നു. പിന്നെ കുറച്ച് സീറ്റ് മാത്രമേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ വേഗം അവിടെ പോയി ഇരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ആദ്യം ലൈഫ് ജാക്കറ്റ് എവിടെയാണെന്ന് നോക്കുവാണ് കേട്ടോ. കാരണം ഇതിന് മുന്നേ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ എലിഫൻ്റ കേവിലേക്ക് പോകുമ്പോൾ ബോട്ട് മറിഞ്ഞു എന്നുള്ളത്. അത് കേട്ടതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ലൈഫ് ജാക്കറ്റ് എടുത്തിട്ടു കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര നീന്തൽ അറിയാമെന്നുണ്ടെങ്കിലും ഇങ്ങനെ ബോട്ടിലൊക്കെ പോകുന്ന സമയത്ത് ലൈഫ് ജാക്കറ്റ് ഇടുന്നത് എത്രയും നല്ലതാണ്. അപ്പോൾ അത് നമ്മുടെ സ്വയം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം അങ്ങനെ ബോട്ട് അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പേടിയും ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ നിന്ന് ഏകദേശം 1 hour ജേർണി ഉണ്ട് എലിഫൻ്റ
കേവിലേക്ക്. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ ബോട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. അങ്ങനെ ഇതാ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കുറേ ഷിപ്സൊക്കെ കണ്ടു ഗൈസ്. അപ്പം നല്ല രസമാണ് ഈ കടൽ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആദ്യമൊക്കെ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു, പിന്നെ നടുക്കെത്തിയേരം പേടിയൊക്കെ മാറി, ഞാൻ സെറ്റായി ഗൈസ്. പിന്നെ ഫുൾ വീഡിയോസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഷിപ്സാണ് കേട്ടോ. പിന്നെ ഇതാ ഇതേമാതിരി കുറേ മെർച്ചൻ്റ് നേവി ഷിപ്സും, ഇതൊക്കെ ഏത് ഷിപ്പാണെന്ന് എനിക്കറിയില്ല, മെർച്ചൻ്റ് നേവിൻ്റെ എന്ന് ഞാൻ തോന്നുന്നു. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കടൽ കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലും നമുക്ക് റോഡിലുള്ള സംഭവങ്ങളൊക്കെ അറിയാം, പക്ഷെ കടലിൽ നമ്മളെ വിചാരം വെറും വെള്ളം മാത്രമാണ് എന്ന്. പക്ഷെ കടലിലും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അത് നമുക്കറിയില്ല ഗൈസ്. ഈ ഓയിൽ റിഫൈനറി അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മളിങ്ങനെ ബോട്ടിലൊക്കെ പോകുമ്പോഴാണ്. അപ്പോൾ ബോട്ടിൽ നിന്ന് ഇങ്ങനെ ദൂരെ പോകുന്ന സമയത്ത് നമ്മുടെ മുംബൈ ഒരു ചെറിയ രീതിയിൽ ആ ബിൽഡിങ്സ് ഒക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മുടെ ഓയിൽ റിഫൈനറി ഒക്കെ നടക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അവിടെ ഇതാ രണ്ടൊരു സർക്കിൾ മാതിരിയുള്ള സംഭവമുണ്ട്, അവിടെ നിന്നാണ് ഇതൊക്കെ പ്രൊസീജിയേഴ്സൊക്കെ നടക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ അതിൻ്റെ പൈപ്പാണ് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് ഗൈസ്. അപ്പം ഇതാ ഇങ്ങനെ ബോട്ടിൽ പോകുന്ന സമയത്താണ് എനിക്ക് ഇതൊക്കെ മനസ്സിലായത്. ഞാൻ വിചാരിച്ചു ഇത് വെറും കടലാണ്, നമ്മൾ ബോട്ടിൽ പോകുന്നു വരുന്നു അത്ര മാത്രം എന്ന്. പക്ഷെ അല്ല, ഇവിടെയും കുറേ കാഴ്ചകൾ കാണാനുണ്ട്, അറിഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. പിന്നെ വരുന്ന വഴിക്ക് കുറേ ഷിപ്സൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ചെറുതാണ്, പക്ഷെ അടുത്തെത്തുമ്പോൾ നല്ല വലിയ ഷിപ്സാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഇതാ കുറേ സമയം ബോട്ടിൽ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം അങ്ങ് ദൂരത്തുനിന്നൊരു മല കണ്ടു ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും എത്താനായി എന്ന് തോന്നുന്നു എന്ന് വിചാരിച്ചു. നല്ല രസമില്ല ഗൈസ് ഈ മല കാണാൻ വേണ്ടിയിട്ട്, കൊന്നുമാതിരി മരങ്ങളൊക്കെ. ഇത് ഒരു ഐലാൻഡാന്ന് തോന്നുന്നു കേട്ടോ. അതെ, ഈ 120 സ്റ്റെപ്പ് കയറണം അവിടെ പോയിട്ട്. എന്നാലാണ് എലിഫൻ്റ് കേവ്സിലെത്തുക. അങ്ങനെ ആ കടൽ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് ആസ്വദിച്ച് വരുമ്പോഴാണ് എൻ്റെ ഭർത്താവ് ഈ ഒരു ബോംബ് പൊട്ടിക്കുന്നത്, 120 സ്റ്റെപ്പ് കയറണമെന്ന്. അപ്പം തന്നെ ഞാൻ ഏകദേശം ഒരു വൈക്കായി ഗൈസ്. ഒന്നാമതേ വെയിലാണ്, അതിൻ്റെ തടിക്ക് ഈ 120 സ്റ്റെപ്പും കൂടി കയറലെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുമോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. പക്ഷെ പറ്റും, നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റും ഗൈസ്. അങ്ങനെ ഞാൻ ആ ചാലഞ്ചും കൂടി ആക്സെപ്റ്റ് ചെയ്തു കേട്ടോ. 120 സ്റ്റെപ്പൊക്കെ എന്നെ സിമ്പിളായിട്ട് കയറുമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ നമ്മൾ ഏകദേശം എലിഫൻ്റ് കേവിലേക്ക് എത്താനായിട്ടുണ്ട്. ആ കാണുന്ന മലയാണ് ഗൈസ് നമ്മുടെ എലിഫൻ്റ് ഐലാൻഡ്. ഒരു വീർപ്പിനുമാർത്തുലയാതെ കരളെ കുളിരായ കിനാവേ. അങ്ങനെ ഇതാ നമ്മൾ എലിഫൻ്റ് ഐലാൻഡ് എത്തി, ബോട്ട് ഇറങ്ങിട്ടാ. അപ്പോൾ ബോട്ട് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇനി അവിടുന്ന് ട്രെയിനിലാണ് പോകേണ്ടത്. ഒരു ടോയ് ട്രെയിനാണ്. അപ്പോൾ ആദ്യം ആ ട്രെയിനിൽ കയറേണ്ട ടിക്കറ്റ് എടുക്കണം, 20 റുപ്പീസാന്ന് തോന്നുന്നുട്ടാ. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുക. അപ്പോൾ ട്രെയിൻ വരും, എന്നിട്ട് ട്രെയിനിൽ കയറുക. അതാ ഇതാണ് കേട്ടോ ഗൈസ്, ഒരു ടോയ് ട്രെയിനാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ട്രെയിൻ ഇറങ്ങി. അപ്പോൾ ഇങ്ങനത്തെ ട്രെയിനൊക്കെ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, പിന്നെ കേട്ടിട്ടുണ്ട് ഊട്ടിയിലൊക്കെ ഉണ്ടെന്ന് ടോയ് ട്രെയിൻ. പക്ഷേ ഇതുവരെയായിട്ട് കയറിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഈ ടോയ് ട്രെയിനിൽ ഞാൻ കയറുന്നത്. അപ്പോൾ അതാ ട്രെയിൻ ഇറങ്ങിയിട്ടാ ഗൈസ്. പല പാതകൾ താണ്ടുകയല്ലേ മെല്ലെ മെല്ലെ. അങ്ങനെ ഇതാ കേവ്സിൽ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കുറേ ഷോപ്പിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ 50 റുപ്യേൻ്റെ ക്യാപ്പ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അത് ഇതാ ഇവിടെയാണ് ഗൈസ്. ഒരു ക്യാപ്പിന് 50 റുപ്പീസാണ്. വെറുതെ അവിടെ നിന്ന് 100 റുപ്യക്ക് വാങ്ങിച്ചിട്ട് വന്നു, വെറുതെ എൻ്റെ 50 റുപ്യ നശിപ്പിച്ചു. അപ്പോൾ ഇതാ ഇവിടെ കുറേ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇതാണ് ഏറ്റവും കൂടുതൽ ഭംഗിയിട്ടാ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇത് ഐലാൻഡ് എൻട്രി കൗണ്ടറാണ്. അപ്പോൾ ഇവിടെ ഒരു 5 റുപ്പീസ് കൊടുക്കണം, എന്നാലേ നമുക്ക് എലിഫൻ്റ് ഐലാൻഡിലേക്ക് എൻട്രി ഉള്ളൂ ഗൈസ്. രാവിലെ ആയതുകൊണ്ടാണോ അറിയില്ല, ഒരു സൈഡിലെ ഷോപ്സ് ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. നമ്മൾ റിട്ടേൺ വരുന്ന സമയത്തായിരുന്നു അത്
അതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായത്. അപ്പം മാക്സിമം തുറന്നിട്ടില്ല, നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയത് കൊണ്ട് ഷോപ്സ് ഒന്നും തുറന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇത് അവിടെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ സൂക്ഷിക്കണം പോകുന്ന സമയത്ത്. ബാഗൊക്കെ ഉണ്ടെങ്കിൽ അവന്മാർ വന്നിട്ട് ബാഗ് എടുക്കും, അതിൻ്റെ ഉള്ളിലുള്ള സ്നാക്സ് ഒക്കെ എടുക്കാൻ നോക്കും കേട്ടോ. അപ്പം മാക്സിമം സൂക്ഷിച്ചിട്ട് നല്ല സേഫ്റ്റിയോടെ വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ സാധനം കൊണ്ടുപോയാൽ പിന്നെ അത് തിരിച്ചു കിട്ടൂല ഗൈസ്. അപ്പം അതാ ബോട്ട് എന്ന് പറഞ്ഞാൽ 120 സ്റ്റെപ്പ് ഇവിടുന്ന് തുടങ്ങി ഗൈസ്. ആക്ച്വലി 120 സ്റ്റെപ്പ് ഒന്നും ഇല്ല കേട്ടോ. ഇതിവിടെ നമ്മൾ മേലെ കയറുന്ന കൊണ്ട് നമുക്ക് നല്ല ടയേർഡ്നെസ് ഫീൽ ഉണ്ടാവും കേട്ടോ. സ്റ്റെപ്സ് കുറവേ ഉള്ളൂ, പക്ഷേ മുകളിലേക്ക് കയറേണ്ട അപ്പായതുകൊണ്ടെന്ന് വെയിലും ആയതുകൊണ്ട് നല്ല ടയേർഡ് ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ ഏകദേശം പകുതി എത്തുമ്പോൾ ടയേർഡായി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ എന്താ ഈ സംഭവം കാണുന്നത്. ഇത് കണ്ടേരം പകുതി ആശ്വാസമായി. കാരണം അഥവാ ഇനി നടക്കാൻ പറ്റാണ്ട് വീണ് പോയിട്ടുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ നമ്മൾ എടുത്തോണ്ട് പോവുമല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഇതാ നമ്മൾ സ്റ്റെപ്പ് കയറുന്ന സ്ഥലത്ത് ഇതേമാതിരി കുറേ ഷോപ്പിംഗ് സെന്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ടയേർഡായി വരുന്ന എന്നെയാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. കയറി മടുത്തു ഗൈസ്. പക്ഷേ എന്നാലും നമ്മൾ വിടാൻ പാടില്ല. നമ്മൾ എലിഫൻ്റ് കേവ് കാണാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പോകണം. അപ്പോൾ ഇതാ നമ്മൾ മുകളിലെത്തി. കയറുമ്പോൾ തന്നെ ഇങ്ങനെ എലിഫൻ്റ് കേവ്സ് എന്നുള്ള ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു. ഇതാ ഇങ്ങോട്ടാണ് നമ്മൾ കയറേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം ഗൈസ്. അത് ഏകദേശം 35 റുപ്പീസാണ് പെർ പേഴ്സൺ. അപ്പോൾ അവിടെ കൗണ്ടർ ഉണ്ട്, പിന്നെ അതിൻ്റെ കുറച്ച് ഇങ്ങോട്ട് സ്കാനിങ് ബോർഡും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി സ്കാൻ ചെയ്താൽ നമുക്ക് ഓൺലൈൻ ത്രൂ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൺലൈൻ ത്രൂ ആണ് രജിസ്റ്റർ ചെയ്തത്. ഇതാ ഇങ്ങനെയാണ് രജിസ്ട്രേഷൻ. ആ ഒരു ഫോം ഇത് നമ്മുടെ പ്രിന്റ് കിട്ടുക. എന്നിട്ട് അത് നമ്മളവിടെ കയറുന്ന സ്ഥലത്ത് ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. ആ സെക്യൂരിറ്റിനെ കാണിച്ചാൽ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഇവിടെ ഒരു 5 കേവ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കേവിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. ഇവിടെ സൈഡിൽ റൂട്ട് മാപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ റൂട്ട് മാപ്പൊക്കെ കണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അല്ലെങ്കിലും ഡയറക്റ്റായിട്ട് പോയാലും നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേവ്. ഇതൊക്കെ കാണുമ്പോൾ എന്ത് പറയാനാ ഗൈസ്, ഒരു രക്ഷയുമില്ല. അടിപൊളി വർക്കായിരുന്നു. അപ്പം ഇതൊരു സ്റ്റോൺസിൽ ഇവരിങ്ങനെ ഈ ശില്പി ഇങ്ങനെ കൊത്തി ഇങ്ങനത്തെ ഓരോ ക്രീച്ചേഴ്സ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചല്ലോ. അതാണ് അവരുടെ കഴിവാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അവിടുന്ന്. ഒരു വീർപ്പിനുമാർത്തുലയാതെ കരളെ കുളിരായ കിനാവേ നോവേ തേനേ മേരെ മോല മോല മേരെ. അവിടുത്തെ കുറേ ശിവലിംഗങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും അവിടെയാണ് അധികം പോയി പൂജ ചെയ്യുന്നുണ്ട്. പൂജ മീൻസ് മറ്റേ ശിവലിംഗം തൊട്ട് നമസ്കരിക്കലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേവ്. പിന്നെ ഇവിടെ ഒരു ഗുഹ മാതിരിയുള്ള സംഭവം ഉണ്ടായിരുന്നു. അവിടെ എൻട്രി ഇല്ല. എന്താന്ന് ഞാൻ നോക്കാൻ പോയാലാണ് കണ്ടത്. അവിടെ വെള്ളമാണ് കേട്ടോ. ഈ മല മുകളിലും കൂടി അവിടെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. കാണാൻ ചെറിയൊരു ടെറർ ഫീലായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ അവിടെ നിന്ന് വേഗം ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഈ മോൾ ഭാഗമൊക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണല്ലേ. ആ ഒരു സ്റ്റോണിലാണ് ഇവരിങ്ങനെ കൊത്തി വർക്കൊക്കെ ചെയ്തത്. അപ്പോൾ പണ്ടത്തെ ആൾക്കാരൊക്കെ സമ്മതിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള അടുത്ത കേവാണ് കേട്ടോ ഗൈസ്. ഇവിടെയും മെയിനായിട്ട് ശിവലിംഗാണ് വെച്ചിട്ടുള്ളത്. പിന്നെ സൈഡ് കുറേ ഇതേമാതിരിയുള്ള സ്റ്റാച്യൂസ് ആയിരുന്നു. ഗണപതി, ശിവപാർവതി, അങ്ങനെ കുറേ സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ഈ സോഷ്യൽ സ്റ്റഡീസിനെ പറ്റി അത്ര വലിയ അറിവില്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് കണ്ടു, എൻജോയ് ചെയ്ത് തിരിച്ചു വന്നു. പിന്നെ താഴെ ഓരോന്നിനെ പറ്റി പറയുന്ന ബോർഡും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ബോർഡൊക്കെ വായിച്ചാൽ നമുക്ക് ഏകദേശം പിടികിട്ടും എന്താണ് സംഭവം എന്നുള്ളത്. പിന്നെ കുറേ പേരുണ്ടായിരുന്നു, ടൂറിസ്റ്റും അങ്ങനത്തെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നിന്നും കുറേ ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കേവ്. എന്നിട്ട് ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, ഒരു കുരങ്ങ് വാട്ടർ ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ താഴെ ഒഴിച്ച് അതിങ്ങനെ നക്കി കുടിക്കുവാണ്. പാവം, ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കണ്ടോ ഗൈസ്, വെള്ളം ഇങ്ങനെ ഒഴിച്ച് എന്നിട്ട് നക്കി കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാണുമ്പോൾ നിന്നൊരു ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. പാവം തോന്നിപ്പോയി. അവിടെ നിന്ന് കാണുന്ന ആ പുറത്തേക്കുള്ള വ്യൂ അതും ഒരു രക്ഷയുമില്ല. നല്ല അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ചത് കുറേ ആഴം ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ അത്ര വലിയ ആഴമൊന്നും ഇല്ല കേട്ടോ ഇവിടെ. ഇത് ഒരു പൊളി വ്യൂ ആയിരുന്നു ഗൈസ്. കണ്ടോ, എൻ്റെ കോലം മൊത്തം പോയി ഗൈസ്. വേർത്ത് കുളിച്ച് നശിച്ച്. കൊള്ളാട്ടോ, ചൂടുണ്ടെങ്കിലും കണ്ടല്ലോ സ്ഥലം.
ആ ഒരു സ്റ്റെപ്പ് കയറുമ്പോൾ ഉള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ എത്തേരം കുറച്ച് ചൂടും വെയിലും ഉണ്ട്, അതല്ലാണ്ട് ബാക്കിയെല്ലാം കുഴപ്പമില്ല. നൈസ്. ഇവിടെ എന്തോ സാധനം ഉണ്ട് ഗൈസ്, കണ്ടോ? ഇതെന്താ? ഷെൽട്ടറാന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ക്ഷീണിച്ചിട്ട് ഇരിക്കാനുള്ള കുറച്ച് സ്പേസാന്ന് തോന്നുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തായാലും അവിടെ ഇരിക്കാനൊന്നും പോയിട്ടില്ല, കാരണം ഇരുന്നാലും പിന്നെ നമ്മൾ ഇരുന്നിടത്തായിരിക്കും, പിന്നെ എണീച്ച് നടക്കലൊന്നും ഉണ്ടാവില്ല ഗൈസ്. ആ ഒരു ടയേർഡ് ഫീല് തന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകണം, എന്നാലേ അതിനൊരു ജോഷ് ഉണ്ടാവുള്ളൂ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതും അല്ലാണ്ട് എൻ്റെ ഫോണിൻ്റെ ചാർജും കൂടി കുറവായിരുന്നു കേട്ടോ. അപ്പം മാക്സിമം ചാർജ് തീരുന്നതിനുള്ളിൽ എല്ലാം കവർ ചെയ്തെടുക്കണം എന്നുള്ള ഇതിൽ ഞാൻ വേഗം ഒന്ന് പോവാണ് കേട്ടോ എല്ലാ സ്ഥലത്തേക്കും. അപ്പം അതാ ഇതാണ് നമ്മുടെ തേർഡ് കേവ്. ഇവിടെ ഇതാ ഇതേമാതിരി കുഞ്ഞു കുഞ്ഞു ഗുഹകൾ മാതിരി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നിയത് മെഡിറ്റേഷന് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. അവിടെ ആ ഒരു സംഭവത്തിൽ വെറും ഇത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇവിടുന്ന് നമ്മൾ നടക്കുന്ന സമയത്ത് സൂക്ഷിച്ച് നടക്കണം കേട്ടോ, ഫുള്ള് കല്ലൊക്കെയാണ്. അപ്പോൾ അവിടുന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ സൂക്ഷിച്ചിട്ട് ഇറങ്ങണം, അല്ലെങ്കിൽ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നല്ല ഷൂസൊക്കെ ഇട്ടിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇത് അടുത്ത കേവാണ്. ഇവിടെ നമ്മൾ റൗണ്ട് അടിക്കലാണ് കേട്ടോ. ഈ റൗണ്ട് ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഓരോരോ കേവായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ. അപ്പം ഇത് നമ്മുടെ 4th കേവാന്ന് തോന്നുന്നു ഗൈസ്. അതെ 4th ആണ്. അപ്പോൾ ഇവിടെയും ജസ്റ്റ് ആ ശില്പികളെ മീൻസ് സ്റ്റാച്യൂസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേമാതിരി ഒരു മെഡിറ്റേഷൻ പ്ലേസ് ആണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക്. ഇവിടെ ഈ ഒരു ബോർഡാണ് ഞാൻ പറഞ്ഞത്, ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് സംഭവം എന്നുള്ളതൊക്കെ. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ഫീല്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു പീസ്ഫുള്ളാണ് കേട്ടോ, നല്ലൊരു കോൾഡും കൂടിയുണ്ട്. നമ്മൾ എത്ര ചൂടത്ത് നടന്നു വന്നിട്ടും ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പം നമുക്ക് ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ കഴുതയൊക്കെ ഉണ്ട് ഗൈസ്. ഇത് നമ്മുടെ അടുത്ത കേവാണ്. അപ്പം ഇവിടെയും മെയിനായിട്ട് ശിവലിംഗം തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായത്. അപ്പം മുകളിൽ നിന്ന് കുറേ സ്റ്റോൺസ് ഒക്കെ വികുന്നുണ്ടായിരുന്നു താഴത്തേക്ക്. പിന്നെ നമ്മൾ അധികം ഇവിടെ നിന്നില്ല, വേഗം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഗൈസ്. കാരണം സ്റ്റോൺസ് അവരുടെ തലയിൽ വീണാൽ അത് വലിയ പ്രശ്നമാവും. അപ്പം ഞാൻ ഈ എലിഫൻ്റ് കേവ് എന്നുള്ളതൊക്കെ സോഷ്യൽ സ്റ്റഡീസിൽ നമ്മൾ പണ്ട് പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇവിടേക്ക് വരും, ഇതൊക്കെ കാണുന്നൊന്നും. അപ്പോൾ ഇതൊക്കെ കണ്ടതിലുള്ള ആ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഈ വീഡിയോ അങ്ങനെ തന്നെ, വീഡിയോ ഞാൻ എടുത്തു വെച്ചതെന്ന് വെച്ചാൽ ഇതിപ്പോൾ കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ ഓക്കെ ഇവിടേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് കിട്ടുന്ന ആ സന്തോഷമൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിരിക്കും ഗൈസ്. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ താഴെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ അവിടെ കാര്യമായിട്ടൊന്നുമില്ല, എന്തോ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അത് ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ, അങ്ങോട്ടേക്ക് അവർ വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ റിട്ടേൺ വന്നു കേട്ടോ ഗൈസ്. ഇവിടെ ഇനിയൊരു സ്ഥലവും കൂടിയുണ്ട്, ഒരു ഹിൽ ടോപ്പാണ്, കെനൻ ഹിൽ എന്നാണ് കേട്ടോ പറയല്. അപ്പോൾ അവിടത്തേക്ക് പോകാൻ വേണ്ടി ഇതേമാതിരി കുറച്ച് മല കയറണം, സ്റ്റെപ്സൊക്കെ ഒന്ന് കയറണം. അപ്പം നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തു, നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഈ സ്റ്റെപ്സ് കയറാൻ തുടങ്ങിയിട്ടാ. ഭയങ്കര റിസ്ക്കിയാണ്, കാരണം നല്ല രീതിയിൽ സൂക്ഷിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ സ്ലിപ്പാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് നല്ല ഷൂസൊക്കെ ഇട്ടിട്ട് കയറിയാൽ നമുക്ക് സേഫായിട്ട് പോകാൻ പറ്റും. അപ്പോൾ കുറച്ച് കയറാനുണ്ട് സ്റ്റെപ്സ്, നമ്മളിങ്ങനെ കയറുവാണ് കേട്ടോ. അവിടെയും കയറി ഒരു മിഡലൊക്കെ എത്തുമ്പോൾ ഇതേമാതിരി ഷോപ്സൊക്കെ ഉണ്ടാവും, ജ്യൂസും മാഗി അങ്ങനത്തെ പാവ് ബജി അങ്ങനത്തെ കുറച്ച് സ്നാക്സൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കനൻ ഹിൽ എന്നാണ് പേര്. അപ്പോൾ നമ്മൾ 500 മീറ്റർ എത്തി ഗൈസ്. ഇവിടെയും ഫുള്ള് ഒരു കാടത്ത് നമ്മൾ നടന്നു പോകുന്ന മാതിരിയുള്ളൊരു ഫീലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. ആ കേരളൊന്ന് ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയൊക്കെ പൊളിയാണ് ഗൈസ് ഇവിടെയും. അപ്പം നിങ്ങൾ എലിഫൻ്റ് കേവിൽ വരുന്നവർ ഇവിടെയും മസ്റ്റ് വിസിറ്റാണ്. ഒന്നുമില്ല, മുകളിലെത്തിയാൽ നമുക്ക് താഴെയുള്ള ആ കടലും ആ വ്യൂ ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ നടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, അത് എക്സ്പീരിയൻസ് ചെയ്യണം, അതാണ് ഏറ്റവും ഭംഗി ഇവിടുത്തെ കേട്ടാ. അങ്ങനെ
നമ്മൾ ഏകദേശം ടോപ്പ് ഓഫ് ദി പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇവിടെ ഇതിനെന്താ പറയാന്നറിയില്ല, ഒരു വലിയ ഗണ്ണൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് നമ്മുടെ വാറിന്റെ സമയത്തൊക്കെ ഇവിടെയൊക്കെ ഇരുന്നിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെ കടൽ മൊത്തം വാച്ച് ചെയ്യുന്നുണ്ടായത്. അപ്പം ആ ഒരു വലിയ ഗണ്ണൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറേ സമയം നമ്മൾ റെസ്റ്റ് എടുത്തു, കാരണം കയറി വന്ന് നല്ല ടയേർഡ് ഉണ്ടായിരുന്നല്ലോ. അപ്പം നമ്മളിരുന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ. ടയേർഡായി ഗൈസ്, ഫുൾ ടയേർഡായി ഗൈസ്. കയറി ഏതോ മലേൻ്റെ മുകളിൽ കയറി എത്തിയതിലുള്ളൊരു സുഖമുണ്ടല്ലോ, പൊളിയാണ്. ഓസം വന്ന് കാണാൻ. നല്ല ടയേർഡായി, നല്ല ക്ഷീണമായി. കയറാൻ പറ്റൂല എന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ കയറി. ആകെ ചെറിയൊരു ഇതേ ഉള്ളൂ കയറാൻ വേണ്ടിയിട്ട്, പക്ഷേ എന്നെക്കൊണ്ട് അതുപോലും പറ്റൂല ഗൈസ്, കാരണം എൻ്റെ മടി. പക്ഷെ എങ്ങനെയൊക്കെ ആക്കി കയറി വന്ന് ഈ വ്യൂ കണ്ടുതരും, പൊളിയാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം വ്യൂ കേട്ടോ. मेरे मौला मौला मेरे मौला मौला मेरे मौला 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 मेरे मौला मेरे मौला. അങ്ങനെ അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ റിട്ടേൺ ആയിട്ടാ. നല്ല ടയേർഡും നല്ല ക്ഷീണവും ആയിട്ടുണ്ടായിരുന്നു ആ സമയമാകുമ്പോഴത്തേക്കും. പിന്നെ നമ്മൾ അതും അല്ലാണ്ട് എൻ്റെ ഫോണിൽ ചാർജും കൂടി തീർന്നു പോയി ഗൈസ്. അപ്പം ഞാൻ ഇത് ഇനിയൊരു ഫോണിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും ഇനിയുള്ള വീഡിയോസിൽ. അപ്പോൾ അത് ആൾക്കാരൊക്കെ നമ്മൾ റിട്ടേൺ ആവുന്ന സമയത്താണ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായേ. നമ്മൾ പിന്നെ ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് രാവിലെ തന്നെ വന്നതുകൊണ്ട് തന്നെ നമ്മളെ ബോട്ടിലുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ റിട്ടേൺ പോകുന്ന സമയത്താണ് ആൾക്കാർ കൂടി തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും ടയേർഡ് ആയി ക്ഷീണിച്ചിട്ട് വരുന്ന സമയത്ത് നമ്മൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഇത്രയേ ഉള്ളൂ, കയറിക്കോ എന്ന് പറഞ്ഞിട്ട് പ്രോത്സാഹിക്കുകയാണ് അവർ. പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇവിടെയും കയറി പോകാൻ പറ്റൂട്ടാ, പക്ഷെ ഇനിയും എനിക്ക് കയറാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അവിടത്തേക്ക് മുകളിലേക്ക് കയറി പോയിട്ടില്ല. ഒരു ചേട്ടൻ അവിടത്തേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് തോന്നുന്നു വ്യൂസ് അതിൻ്റെ. അപ്പോൾ നമ്മൾ കയറുമ്പോൾ ഉള്ള വ്യൂസും ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂസും ഒക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ടയേർഡായി ആ ക്ഷീണത്തിൽ റിട്ടേൺ പോവാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഇറങ്ങി നമ്മൾ താഴെ എത്തിയ ആ ഒരു സന്തോഷം കണ്ടോ, വി ഡിഡ് ഇറ്റ് എന്നുള്ളൊരു സന്തോഷമാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടോ, ആ ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു കീ ചെയിനൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, കേവ്സിനെ കാട്ടിയും ഇവിടെയുള്ള ആ ഷോപ്പിംഗ് സെൻറ്റേഴ്സാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായത്. പിന്നെ കുറേ ബാംഗിൾസും ചെയിൻസ് അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നു. ഇത് കണ്ടോ ഗൈസ്, ആനയാണ്. ആനേൻ്റെ മുകളിൽ കുറേ മറ്റേ ശില്പികളും കുറേ ഡിസൈൻസ് ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു ഗൈസ്. അപ്പോൾ വിശപ്പിനെ കാട്ടി ഭയങ്കര ദാഹമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ബട്ടർ മിൽക്ക് വാങ്ങിച്ചു കുടിക്കുകയാണ്. പിന്നെ ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. ഒന്ന് വാങ്ങിച്ചിട്ട് രണ്ടാളും ഹാഫ് എടുക്കുകയാണ് ചെയ്തത്. അത്ര വലിയ വിശപ്പ് ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ ബോട്ടുള്ള സ്ഥലത്തേക്ക് വന്നു. നമ്മൾ ആദ്യം തന്നെ 290 റുപ്പീസ് ടിക്കറ്റ് എടുത്തത് 2 സൈഡിലേക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഗൈസ്. അപ്പം തിരിച്ച് പോകുന്ന സമയത്ത് ഇവിടെ നല്ല ടിക്കറ്റ് എടുക്കുക, വരുന്ന സമയത്ത് എടുത്ത ടിക്കറ്റ് തന്നെയാണ് തിരിച്ചു പോകുമ്പോൾ കാണിക്കേണ്ടത്. അപ്പോൾ ആ ടിക്കറ്റ് സൂക്ഷിച്ച് വെക്കണം. പിന്നെയും എനിക്ക് ദാഹിച്ചിട്ട് ഞാൻ കോക്കനട്ട് വാട്ടറും കൂടി വാങ്ങിച്ചു കുടിച്ചു. പിന്നെ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആകെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്തായാലും ഷോർട്ട് വീഡിയോയിൽ കൊടുക്കാം. അവിടെ നിന്ന് റിട്ടേൺ നമ്മൾ ട്രെയിനിൽ പോകാൻ നിന്നിട്ടില്ല കേട്ടോ. ആകെ കുറച്ച് ദൂരമേ ഉള്ളൂ, നടക്കേണ്ട അത്ര ദൂരമേ ഉള്ളൂ ഗൈസ്. എലിഫൻ്റ് കേവ്സ് എന്ന ആ ബോട്ടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ട്രെയിനിലാണ് വന്നത്. പക്ഷെ പോകുമ്പോൾ നമ്മൾ വിചാരിച്ചെന്നാൽ നടക്കാന്ന് വെച്ചിട്ട് നടക്കുവാണ് കേട്ടോ. പിന്നെ നേരെ ബോട്ടിലോട്ട് കയറിയിട്ട് നമ്മളെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് വന്നു. ബോട്ടിൽ നിന്ന് വരുന്ന കാഴ്ചയൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം ബോട്ട് കയറിയ ഉടനെ ഞാൻ കിടന്നുറങ്ങി ഗൈസ്. പിന്നെ എണീക്കുന്നതാണ് ഇവിടെ എത്തിയരും. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എലിഫൻ്റ് കേവിലെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഇതേമാതിരിയുള്ള ഇനിയും ട്രാവൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ ഗൈസ്. നിങ്ങൾ കമൻറ്റ് ഇടുമ്പോഴാണ് കുറച്ച് ആൾക്കാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നാലേ എനിക്ക് ആ ഒരു പ്രോത്സാഹനം ഉണ്ടാവുള്ളൂ ഇനിയും വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് വ്യൂ, ഗേറ്റ് വേ ഓഫ് ഇന്ത്യൻ്റെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ.